80കളുടെ ഉദയത്തിൽ കേരളക്കരയെ വിറപ്പിച്ച വാർത്തയായിരുന്നു തിരുവല്ലയിലെ കരിക്കിൻവില്ല എന്ന വീട്ടിൽ വ്യവസായ പ്രമുഖൻ കെ.ജി. ജോർജും ഭാര്യയും ദൃക്സാക്ഷികളില്ലാതെ കൊല്ലപ്പെട്ടത്. 10 ദിവസം കൊണ്ടായിരുന്നു മദ്രാസിലെ മോൻ എന്ന വിളി പേരുള്ള കൊലപാതകി റെനി ജോർജിനെ കേരള പോലീസ് പൊക്കിയത്. കോടതി 14 വർഷത്തെ ജീവപര്യന്തം പ്രതിക്ക് വിധിക്കുകയും ചെയ്തു. കേരളം വളരെയേറെ ചർച്ച ചെയ്ത ഈ ക്രൂരകൊലപാതകം സംവിധായകൻ ശശികുമാർ മദ്രാസിലെ മോൻ എന്ന പേരിൽ 82-ൽ സിനിമയാക്കി. മോഹൻലാൽ, ഷീല, രവികുമാർ, രവീന്ദ്രൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ. മണിമല്യത്ത് ബ്രദേഴ്സ് ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. വർഷം 3 കഴിഞ്ഞപ്പോൾ പ്രതി റെനി ജോർജിന് കോടതി പരോൾ അനുവദിച്ചു. ജയിലിൽ നിന്നും ഇറങ്ങിയ റെനി ജോർജ് നേരെ പോയത് മദ്രാസിലെ മോൻ നിർമ്മിച്ച മണിമല്യത്ത് ബ്രദേഴ്സിനടുത്തേക്കായിരുന്നു. തന്റെ കഥ വെച്ചും പേരുപയോഗിച്ചും സിനിമയെടുത്തുകൊണ്ട് തനിക്കും കിട്ടണം പണം എന്നായിരുന്നു റെനി ജോർജിന്റെ ഭീഷണി. പക്ഷേ മല്യത്ത് ബ്രദേഴ്സിന്റെ അടുത്ത് ഭീഷണി ഏറ്റില്ല. ഒടുവിൽ പരോൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും പ്രതി റെനി ജോർജ് ബൈബിളിന്റെയും ദൈവപുത്രന്റെയും ഇഷ്ടക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു.